സംഭവം മേയറിൻ്റെ സഹോദരനെ റിമാൻഡിലാവും. ഈ കേസിൽ റിമാൻഡിലാവാതിരിക്കാനാണ് ഇവർ പല കേസും കൊണ്ട് എന്നെ അടപ്പിക്കാൻ നോക്കുകയാണ്. ഞാൻ എന്തായാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ എതിരെ കേസെടുക്കണം. എന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ആ ഡ്രൈവറായിട്ടുള്ള സഹോദരൻ എന്നാണ് പറഞ്ഞത്. മാഡം പറഞ്ഞുകൊണ്ട് അറിവാണ്. ഇനി എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായി ടൈറ്റായി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും KSRTC എന്തുകൊണ്ട് ജോലിക്ക് എടുക്കില്ല, എന്തുകൊണ്ടാണ് മന്ത്രിക്കായാലും ആർക്കായാലും വക്കീലിൻ്റെ അടുത്ത് ചോദിച്ച് തീരുമാനമെടുത്ത് ഹൈക്കോടതി ഫയൽ ചെയ്യാൻ പോവുക. നമസ്കാരം. പൊതുഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ബുദ്ധിപൂർവം കളിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും സത്യം എന്താണ് എന്നുള്ളതറിയാം. എന്നാൽ എൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇതെൻ്റെ വാക്കുകളല്ല, KSRTCയുടെ താൽക്കാലിക ഡ്രൈവറായ യദുവിൻ്റെ വാക്കുകളാണ്. KSRTCയുടെ താൽക്കാലിക ഡ്രൈവറായ യദുവും തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ സച്ചിൻ ദേവ് MLAയും നടു റോഡിൽ ഉണ്ടായ ഒരു വിവാദം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല. എന്നാൽ ഇക്കാര്യത്തിൽ തീർത്തും നീതി യദുവിൻ്റെ ഭാഗത്താണ് എന്നാണ് പല നിയമജ്ഞരും വെളിവാക്കിയത്. തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യദു ഓടിച്ചു കൊണ്ടുവന്ന KSRTC ബസ് ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ MLA സച്ചിൻ ദേവിനും കടന്നു പോകുവാൻ വേണ്ടി സൈഡ് കൊടുത്തില്ല എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേയറായ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ MLA സച്ചിൻ ദേവും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിന് അടുത്ത് വെച്ച് സിഗ്നൽ ജംഗ്ഷനിൽ മേയർ ആര്യ രാജേന്ദ്രൻ്റെ കാറ് കുറുകെ കൊണ്ടുവന്നിട്ട് KSRTC ബസ് തടയുകയും KSRTC ബസിൻ്റെ താൽക്കാലിക ഡ്രൈവറായ യദുവിനെ അസഭ്യം പറയുകയും ബസ്സിലേക്ക് ഇരച്ചു കയറി അതിൽ യാത്ര ചെയ്തിരുന്ന ദീർഘദൂരം യാത്ര ചെയ്തു വന്നിരുന്ന യാത്രക്കാരെ സച്ചിൻ ദേവ് MLA ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കുകയും ഡ്രൈവറുടെ ജോലി മുടക്കുകയും തുടങ്ങിയ നിയമരാഹിത്യങ്ങൾ ചെയ്തത് MLAയും MLAയുടെ ഭാര്യയായ മേയർ ആര്യ രാജേന്ദ്രനും കൂടി ചേർന്നാണ്. ഇതിൽ ആര്യ രാജേന്ദ്രൻ്റെ സഹോദരന്മാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കാറിൽ 5 പേരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് യദു വെളിപ്പെടുത്തിയത്. ഇവരാണ് കൃത്യമായി നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്, KSRTC ബസ്സിൻ്റെ റൂട്ട് ട്രിപ്പ് മുടക്കിയിരിക്കുന്നത്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്, KSRTCക്ക് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായ KSRTCയുടെ മന്ത്രിയായ KB ഗണേഷ് കുമാർ സാറ് കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് യദു വ്യക്തമാക്കിയത്. സാറിന് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് യദു പറഞ്ഞത്. എൻ്റെ കാര്യങ്ങൾ വളരെ കഷ്ടം തന്നെയാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്നു, എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ അയക്കേണ്ടതുണ്ട്, കുട്ടിയുടെ ചിലവുകളുണ്ട്, വീട്ടിലെ ചിലവുകൾ കഴിയണം. എനിക്കാണെന്നുണ്ടെങ്കിൽ മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. ലോൺ എടുത്തിട്ടുണ്ട് നേരത്തെ, അതെല്ലാം തിരിച്ചടയ്ക്കണം. ഇതെല്ലാം മുടങ്ങിയിരിക്കുന്നു. എൻ്റെ താൽക്കാലിക ജോലിയിൽ നിന്നും എനിക്ക് കിട്ടുന്ന 710 രൂപയാണ് എൻ്റെ കുടുംബത്തിൻ്റെ വരുമാനം. എന്തുകൊണ്ടാണ് എനിക്ക് ഇതിൽ യാതൊരു തരത്തിലും പങ്കില്ല എന്ന് കൃത്യമായി KSRTCയുടെ മന്ത്രിയായ KB ഗണേഷ് കുമാർ മനസ്സിലാക്കിയിട്ടും എന്നെ സർവീസിൽ തുടരാൻ അനുവദിക്കാത്തത് എന്താണ് എനിക്ക് ജോലി ചെയ്തിരുന്ന സമയത്തുള്ള ശമ്പളം പോലും തരുവാൻ വേണ്ടി മന്ത്രി മുൻകൈ എടുക്കാത്തത്? ഇതൊക്കെയാണ് യദുവിൻ്റെ പരാതി. ഈ വിഷയത്തിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ KB ഗണേഷ് കുമാറിന് അറിയാം. എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടും ആരെയൊക്കെയോ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് നല്ല പേരുള്ള മന്ത്രി ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് KB ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള പരാതിയായി യദു പറഞ്ഞത്. ഈ വിഷയത്തിൽ താൻ ഹൈക്കോടതിയെ സമീപിക്കുവാൻ പോവുകയാണ്. തനിക്ക് മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് പോകാൻ സാധിക്കും, ജോലി എടുത്ത് ജീവിക്കാൻ സാധിക്കും. എന്നാൽ KSRTCയിൽ നിന്നും തന്നെ പിരിച്ചുവിടാത്തിടത്തോളം കാലം എനിക്ക് മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ പോയി ഞാൻ ജോലി ചെയ്താൽ ആ ഒരു കാരണം കാണിച്ച് വേണമെങ്കിൽ എനിക്ക് എൻ്റെ ജോലി നിഷേധിക്കുവാൻ KSRTCക്ക് സാധിക്കും, അല്ലെങ്കിൽ പിരിച്ചുവിടാൻ സാധിക്കും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകാതിരിക്കുന്നത്. KSRTCയുടെ സമ്മതമുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും. അഥവാ KSRTC എന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടാൽ എനിക്ക് മറ്റൊരു ജോലി തേടാൻ സാധിക്കും. ഇപ്പോൾ ഫലത്തിൽ എനിക്ക് ഉണ്ടായിരുന്ന ജോലി എടുക്കാൻ സാധിക്കുന്നില്ല. ആ ജോലി ചെയ്തിരുന്ന സമയത്ത് ശമ്പളം എനിക്ക് കിട്ടുന്നില്ല. KSRTCയുടെ ചുമതലയുള്ള പൊതുഗതാഗത വകുപ്പ് മന്ത്രിയും എൻ്റെ കാര്യത്തിൽ യാതൊരു തീരുമാനം എടുക്കുന്നില്ല. ഈ അവസരത്തിൽ പിന്നെ ഞാൻ ആരോടാണ് പരാതിപ്പെടുക? എൻ്റെ സങ്കടം ഞാൻ ആരെയാണ് ബോധിപ്പിക്കുക?
അതുകൊണ്ട് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഒന്നുകിൽ എന്നെ ജോലിയിലേക്ക് തിരിച്ചെടുക്കണം, എൻ്റെ ജോലി എനിക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചുവിടണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റെവിടെയെങ്കിലും ജോലി തേടി പോകാൻ സാധിക്കും. മാത്രമല്ല, ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ശമ്പളം എനിക്ക് തിരിച്ചു കിട്ടുകയും വേണം. എൻ്റെ കുട്ടിയെയും കുടുംബത്തെയും പോറ്റുവാൻ എനിക്ക് മറ്റു വരുമാന മാർഗമില്ല. അതുകൊണ്ട് ദയവായി എന്നെ ജോലിയിൽ തിരിച്ചെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായി തന്നെയാണ്, അപേക്ഷയുമായി തന്നെയാണ് താൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്നാണ് യദു പറയുന്നത്. ഇക്കാര്യത്തിൽ താൻ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭർത്താവായ സച്ചിൻ ദേവ് MLA-യും മേയറുടെ സഹോദരനും ഈ കാര്യത്തിൽ കൃത്യമായി കുടുങ്ങും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പരാതിയിന്മേൽ പോലീസും യാതൊരു തരത്തിലുള്ള നടപടികളും എടുക്കാത്തത് എന്നാണ് യദു വ്യക്തമാക്കുന്നത്. യദു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഒന്നുകിൽ എനിക്ക് ജോലി നൽകണം, ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ശമ്പളം നൽകണം, അല്ലെങ്കിൽ എന്നെ പിരിച്ചുവിടണം. ഇത് രണ്ടും ചെയ്യാതെ എന്നെ ഇങ്ങനെ കഷ്ടത്തിലാക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഇതിന് എനിക്ക് നീതി വേണം, എനിക്ക് നീതി കിട്ടണം എന്നുള്ള ആവശ്യവുമായി തന്നെയാണ് താനിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നത് എന്നാണ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യദു വ്യക്തമാക്കിയത്. യദു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. തെറ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം. നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആണെങ്കിലേ നമുക്ക് ഏത് മാധ്യമത്തിൻ്റെ അടുത്തും പറയണതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആയിരിക്കണം, നമ്മൾ പറയുന്നത് ചെയ്യാൻ പാടുള്ളൂ. സാർ ഇതെല്ലാം പറഞ്ഞിട്ട് ഇനി പോലീസ്, സാറിനറിയാം പോലീസുകാരന്മാരെ ഇനി വേറെ കേസുകൾ കൊണ്ടുവന്ന് കുടുക്കിയിട്ട് അവസാനം ഇവനെ ജോലിക്ക് കയറാതാക്കണ രീതിയിലാക്കാൻ സാറിന് നല്ല ബുദ്ധിയുണ്ട്. സാർ അതുകൊണ്ടാണ് പറഞ്ഞത് പോലീസ് തീരുമാനം എടുക്കട്ടെ. പോലീസ് പല രീതിയിലും കേസുകൾ പല രീതിയിലും ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. കോടതി കൊടുക്കാൻ പോവുകയാണ്. ഞാനിനി നമുക്ക് ജോലി പാടുപെട്ട് ജോലി ചെയ്തതിൻ്റെ പൈസ കിട്ടി. അത് ഇത്തിരി ലേറ്റായാലും കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, കിട്ടുന്നുണ്ട്. ലേറ്റായിട്ട് സമയത്ത് കിട്ടൂലെന്നേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യ കാര്യങ്ങളും ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ കിട്ടിയാലും നമ്മൾ 5 പൈസ അതിൽ നിന്നാണ് വരുമാനം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം KSRTCക്കോ KSRTCയിൽ ആരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസും കൊടുക്കാത്തതും കാര്യങ്ങൾ ചെയ്യാത്തത്. ഇനി എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായി ടൈറ്റായി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും KSRTC എന്തുകൊണ്ട് ജോലിക്ക് എടുക്കില്ല, എന്തുകൊണ്ടാണ് മന്ത്രിക്കായാലും ആർക്കായാലും വക്കീലിൻ്റെ അടുത്ത് ചോദിച്ച് തീരുമാനമെടുത്ത് ഹൈക്കോടതി ഫയൽ ചെയ്യാൻ പോവുകയാണ്. ജോലിക്ക് കാര്യം എന്തുകൊണ്ട് എന്നെ തിരിച്ചെടുക്കുന്നില്ല, എന്താണ് കാര്യം? ഈ പോലീസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അന്വേഷണം ഡമ്മി ടു ഡമ്മിയും ഇതൊക്കെ അന്വേഷിക്കും. മേയറിൻ്റെ സൈഡിൽ നിന്ന് അന്വേഷിക്കാനാണ് പൊതുവേ പറയുന്നത്, മീഡിയാസിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല, ഒരു മീഡിയാസും പറഞ്ഞു കേട്ടുള്ള അറിവില്ല, അവർ കണ്ടിട്ടുമില്ല. അതിനുള്ള മീഡിയ കവറേജും കൊടുത്തത് ഞാൻ കണ്ടിട്ടില്ല. ബസ് പോണതും കാറ് പോണതൊക്കെ മീഡിയയിൽ കാണിച്ചിട്ടുള്ളതെന്നില്ല. ഇവർ രഹസ്യമായിട്ട് ചെയ്തു എന്ന് മീഡിയാസിൻ്റെ അടുത്ത് പറയുന്നു, മീഡിയാസ് അതേപോലെ പറയണേ ഏതെങ്കിലും മീഡിയയിൽ പബ്ലിഷ് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറയുന്നതാണ്, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും. എന്തായാലും ഇതിന് തക്ക നടപടി തന്നെ എടുക്കണം. ഇതിൽ മേയറിനെ പിടിക്കാൻ പറ്റിയില്ല, മറ്റേ സച്ചിൻ ദേവിനെ പിടിക്കാൻ പറ്റിയില്ല, MLA പിടിക്കാൻ കണ്ടില്ല, സാധാരണക്കാരുള്ളതായിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ. എന്തുകൊണ്ട് സംഭവം മേയറിൻ്റെ സഹോദരനെ റിമാൻഡിലാവും. ഈ കേസിൽ റിമാൻഡിലാവാതിരിക്കാനാണ് ഇവർ പല കേസും കൊണ്ട് എന്നെ അടപ്പിക്കാൻ നോക്കുകയാണ്. ഞാൻ എന്തായാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ എതിരെ കേസെടുക്കണം. എന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ആ ഡ്രൈവറായിട്ടുള്ള സഹോദരൻ എന്നാണ് പറഞ്ഞത്, മാഡം പറഞ്ഞുകൊണ്ട് അറിവാണ്.